23-ാം വയസ്സിൽ അബ്ദുൽ കലാമിന് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. അതിനായി എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. പൈലറ്റ് ആവാനായി എയർഫോഴ്സിൽ പോയപ്പോൾ ആകെ ഉണ്ടായിരുന്ന 10 പേരിൽ 9 പേർ സെലക്റ്റായി. സെലക്ട് ആവാത്ത ഒരേ ഒരാൾ അദ്ദേഹമായിരുന്നു. ശേഷം അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയപ്പോൾ സുപ്രീം കമാൻഡർ ആവുകയും 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം വിമാനം പറത്തുകയും ചെയ്തു. ഇതുപോലെ തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഉണ്ടായ തോൽവിയിൽ മനംനൊന്ത് അവർ പരിശ്രമം അവസാനിപ്പിച്ചിരുന്നെങ്കിലോ? തോൽവികളിൽ തകർന്നു പോകുന്നത് മനുഷ്യ സഹജമാണ്. അതിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകാൻ കഴിയുന്ന ചില വഴികൾ നമുക്ക് നോക്കാം. അതിലാദ്യം വികാരങ്ങൾ അംഗീകരിക്കുക എന്നതാണ്. തോൽവി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം, നിരാശ, ദേഷ്യം തുടങ്ങിയ വികാരങ്ങളെ അടിച്ചമർത്താതെ അംഗീകരിക്കുക. സങ്കടപ്പെടാനുള്ള സമയവും നൽകുക. വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ നിങ്ങളുടെ തോന്നലുകൾ തുറന്ന് സംസാരിക്കുക. അത് മനസ്സിനൊരു ആശ്വാസം നൽകും. അടുത്തത്, തോൽവിയെ മറ്റൊരു രീതിയിൽ കാണുക എന്നതാണ്. ഏതൊരു തോൽവിയും ഒരു പാഠമാണ്. എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് ശാന്തമായി വിശകലനം ചെയ്യുക. അടുത്ത തവണ എന്തു മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് കണ്ടെത്തുക. ഉദാഹരണത്തിന്, ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിൽ അത് പഠനരീതി മാറ്റാനുള്ളൊരവസരമായി കാണുക. പരാജയം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സ്ഥിരമായ സ്വഭാവമല്ലെന്ന് ഓർക്കുക. ഒരു പ്രത്യേക ശ്രമത്തിൽ സംഭവിച്ച പിഴവ് മാത്രമാണ്. നിങ്ങൾ ഒരു മോശം വ്യക്തിയല്ല, മറിച്ച് ഒരു കാര്യം ശ്രമിച്ച ഒരാളാണ്. മറ്റൊന്ന്, തോൽവിയെ മറികടക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. വലിയ ലക്ഷ്യത്തിലേക്ക് ഉടൻ തിരിച്ചു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെറുതും എളുപ്പത്തിൽ നേടാൻ കഴിയുന്നതുമായ ലക്ഷ്യങ്ങൾ വെച്ച് തുടങ്ങുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കും. മുൻപ് നിങ്ങൾ നേടിയ വിജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. കുറച്ചു സമയത്തേക്ക് ശ്രദ്ധ മാറ്റാനായി ഇഷ്ടപ്പെട്ട ഹോബികളിലോ വ്യായാമങ്ങളിലോ ഏർപ്പെടുക. ശാരീരിക വ്യായാമം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. സ്വയം ദയ കാണിക്കുക. സ്വയം അമിതമായി വിമർശിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെ ദയയോടെ നിങ്ങളോട് തന്നെ സംസാരിക്കുക. തളർച്ചയിൽ നിന്നും കരകയറാൻ മനസ്സിനും ശരീരത്തിനും ആവശ്യത്തിന് വിശ്രമവും നൽകുക. ഓർക്കുക, ജീവിതത്തിൽ ആർക്കും തോൽവികൾ ഉണ്ടാകാം. തളർന്നു പോവുകയല്ല, വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ശക്തി. വിജയവും തോൽവിയും വരും പോകും. നിരന്തരമായി ഉണ്ടാവേണ്ടത് പരിശ്രമമാണ്.